മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശസ്തി അങ്ങ് ലെബനനിലെ ബെയ്റൂട്ട് വരെ എത്തി. ഈ അടുത്ത ദിവസം നടന്നൊരു ചടങ്ങിലെ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായിട്ട് ബസോലിയൂസ് ജോസഫ് കത്തോലിക്ക ബാവയെ നിയമിച്ച ചടങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും പാത്രിയാർക്കീസ് ബാവ നടത്തിയ പ്രതികരണം അത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഒരു പൊൻ കിരീടം തന്നെയാണ്, അല്ലെങ്കിൽ പൊൻതൂവൽ തന്നെയാണ്. Peoples, races, languages, castes, but come together in unity under the Indian flag, and especially united in the Indian spirit of tolerance, which we know firsthand through our people who have been in India for centuries and centuries since the beginning of Christianity, freely practicing and cooperating with all Indian people for the benefit and the growth of India. We likewise extend our thanks and appreciation to the Chief Minister of Kerala, one of the great states of India. A state known for its rate of literacy. Almost 100% of the people of Kerala read and write and learn. His Excellency Mr. Pinarayi Vijayan, the Chief Minister, who is no stranger to us, whom we met several times and who holds special place in his heart for our people as he does for the entire people of Kerala. ലെബനനിലെ ബെയ്റൂട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് പാത്രിയാർക്കീസ് ബാവ ഇങ്ങനെ ഒരു പ്രതികരണം ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ സംഘി ലീഗന്മാർക്കോ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചാൽ ആരമേലും തെറി അഭിഷേകമാണ് ഇവർ സർവ്വസാധാരണമായി ചെയ്യാറുള്ളത്. കാര്യം പിണറായി വിജയനെക്കുറിച്ച് നല്ലത് പറയാൻ പാടില്ല. അത് ആരെങ്കിലും പറഞ്ഞാൽ ദിവ്യായ സയ്യർക്കുണ്ടായ അനുഭവം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാര്യം ദിവ്യായ സയ്യറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ നടന്ന് ആടിത്തൊഴിച്ചതൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ്. അതുപോലെയാണ് പാത്രിയാർക്കീസ് ബാവയുടെ ഈ പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് പോയി പൊങ്കാല ഇടുക എന്നുള്ളതായിരിക്കും കേരളത്തിലെ കൊങ്ങീസ് സൈബർ ടീമുകൾ ഇനി ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു ആ വാചകങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മുഖമാണെന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ ആ പ്രശംസ കേരളത്തിലെ ഭരണ നേതൃത്വത്തിന് കിട്ടുന്ന ഒരു അഭിനന്ദനം കൂടിയായി മാറുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ദൈവം സഹായിച്ച് ഈ വാർത്ത മുക്കിയിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എത്ര മൂടി വച്ചാലും അത് പൂർണ്ണ ശോഭയോടുകൂടി കുറച്ച് വൈകിയാണെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെ വന്ന് തെളിഞ്ഞു നിൽക്കും. Peoples, races, languages, castes, but come together in unity under the Indian flag, and especially united in the Indian spirit of tolerance, which we know firsthand through our people who have been in India for centuries and centuries since the beginning of Christianity, freely practicing and cooperating with all Indian people for the benefit and the growth of India. We likewise extend our thanks and appreciation to the Chief Minister of Kerala, one of the great states of India. A state known for its rate of literacy. Almost 100% of the people of Kerala read and write and learn. His Excellency Mr. Pinarayi Vijayan, the Chief Minister, who is no stranger to us, whom we met several times and who holds special place in his heart for our people as he does for the entire people of Kerala. ആ വാചകങ്ങൾ തെളിയിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ സംഘപരിവാറുകാരാലും
കോൺഗ്രസ്സുകാരാലും ലീഗന്മാരാലും നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങൾ, അവരുടെ മാസപ്പടി പറ്റുന്നവർ, അവരൊഴിച്ച് ഈ സർക്കാരിൻ്റെ പ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, ഇതിനെക്കുറിച്ചൊക്കെ നോക്കിക്കാണുന്നവർ, വീക്ഷിക്കുന്നവർ, അവർക്കുള്ള വിലയിരുത്തലാണ് ഈ വാക്കുകളായി പുറത്തേക്ക് വരുന്നത്. കേരളത്തിലെ കാസ ടീമുകാരും ചില ഓൺലൈൻ മറുനാടൻ മഞ്ഞമാർക്കെല്ലാം പിണറായിസം തുലയട്ടെ എന്നൊക്കെയുള്ള മോങ്ങൽ നടത്തുമ്പോൾ ക്രിസ്തീയ സഭാപിതാക്കന്മാർക്ക് എന്താണ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായമെന്നത് പാത്രിയാർക്കീസ് ബാവയുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ചില പിണറായി വിരുദ്ധരെല്ലാം ഒത്തുപിടിച്ച് ചില ഡീഗ്രേഡിംഗ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ വിലയിരുത്തൽ അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയാണ്.